ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ സ്ത്രീകളുടെ വ്യത്യസ്തമായ സ്വയംഭോഗ രീതികളെക്കുറിച്ച്. പലതരത്തിലുള്ള സ്വയംഭോഗ രീതികൾ ഇപ്പോൾ സ്ത്രീകൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരായിരുന്നു കൂടുതൽ സ്വയംഭോഗം ചെയ്യുന്നത് സ്ത്രീകളെ അപേക്ഷിച്ച്. പക്ഷേ ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും തുല്യമായി വ്യത്യസ്തമായ രീതിയിൽ സ്വയംഭോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അപ്പം വിവാഹം കഴിക്കാത്ത സ്ത്രീകളെക്കാൾ വിവാഹം കഴിച്ച സ്ത്രീകളാണ് കൂടുതലായിട്ട് സ്വയംഭോഗം ചെയ്യുന്നതും സ്വയംഭോഗത്തിനോട് അല്ലെങ്കിൽ വ്യത്യസ്തമായ ലൈംഗിക ആസ്വാദനത്തിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നതും. അതിന് പല ശാരീരിക മാനസിക കാരണങ്ങളും ഉണ്ട്. വിവാഹം കഴിക്കാത്ത സ്ത്രീകളും 90% സ്വയംഭോഗം ചെയ്യുന്നുണ്ട്. പക്ഷേ വ്യത്യസ്തമായ രീതി പരീക്ഷിക്കുന്നത് വിവാഹം കഴിഞ്ഞവരാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ശാരീരിക മാനസിക അവസ്ഥയ്ക്കനുസരിച്ച് അത് ആസ്വദിക്കുന്ന രീതിയും വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. മറ്റ് പല ഘടകങ്ങളും, ഒരുപാട് ഘടകങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു ലൈംഗികത ആസ്വദിക്കുന്നതിൻ്റെ പിന്നിൽ ഓരോ വ്യക്തിയും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആഹാര രീതി, അവരുടെ സാഹചര്യം, അങ്ങനെ പല കാര്യങ്ങളും, അതുപോലെ അവരുടെ ബൗദ്ധികപരമായിട്ടുള്ള വളർച്ച, അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള മനസ്സിൻ്റെ കഴിവ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മുടെ വളർന്നു വരുന്ന ചുറ്റുപാട് വളരെ പ്രധാനമാണ് സ്ത്രീക്കും പുരുഷനും. ലൈംഗികത എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ കൂടിയാണ് സ്ത്രീ അവരുടെ ശരീരത്തെ കൂടുതൽ അടുത്തറിയുന്നത്. ഇപ്പോൾ പുരുഷൻ്റെ ലൈംഗിക അവയവം പെട്ടെന്ന് കാണാൻ പറ്റും. പക്ഷേ സ്ത്രീക്ക് അത്ര പെട്ടെന്ന് അവരുടെ ലൈംഗിക അവയവം കാണാനൊക്കുന്നില്ല. അപ്പോൾ അവരൊരു കണ്ണാടിയുടെ മുമ്പിൽ കാലൊക്കെ അകത്തി വെച്ച് നോക്കിയെങ്കിലേ അത് കാണാനൊക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ അതവർക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ അവർക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്ത്രീ എപ്പോഴും അവരുടെ ശരീരത്തെ അടുത്തറിയുന്നത്, അവരുടെ ശരീരത്തെ അവർ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും അടുത്തറിയുന്നതും ഈ ലൈംഗികത എന്ന് പറയുന്ന പ്രക്രിയയിൽ കൂടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്വയംഭോഗത്തിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. കാരണം ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളാണ്. കല്യാണം കഴിച്ചാലും ഇപ്പോൾ ഭാര്യയും ഭർത്താവും 2 സ്ഥലത്താണ്. ചിലപ്പോൾ വർഷത്തിലൊരിക്കലായിരിക്കും അവർ തമ്മിൽ കാണുന്നത്. അതുപോലെ മറ്റ് സ്ത്രീ പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഒരുപക്ഷെ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഒരു വർഷം ആവും മീറ്റ് ചെയ്യാൻ ചില ആൾക്കാർ. ഇനി അഥവാ അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒന്നിച്ച് താമസിക്കുന്നവരാണെങ്കിലും പല പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അസുഖമുള്ളവർ, അപകടം പറ്റിയവർ, ഇനി അതുമല്ല സെക്സിന് താല്പര്യമില്ലാത്ത പാർട്ട്നേഴ്സുണ്ട്, വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തവരുണ്ട്, അതിന് വലിയ പ്രാധാന്യം കാണിക്കാത്തവരുണ്ട്. അപ്പം അവരവരുടെ വികാരത്തിനും അവരവരുടെ ടാലൻറ്റിനും ഒക്കെ അനുസരിച്ച് ഓരോരുത്തരും ഓരോരോ രീതികളാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സാധാരണ കൂടുതൽ സ്ത്രീകളും വിരലുകൾ യൂസ് ചെയ്തിട്ടാണ് സ്വയംഭോഗം ചെയ്യുന്നത്. എന്നാൽ ചിലരോ ഏത്തയ്ക്ക യൂസ് ചെയ്യുന്നവരുണ്ട്, വഴുതനങ്ങ യൂസ് ചെയ്യുന്നവരുണ്ട്, ക്യാരറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്, കുക്കുംബർ യൂസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഇപ്പോൾ തന്നെ സെക്സ് ടോയ്സ്, നമുക്ക് ഓൺലൈനിൽ കൂടെ ഒക്കെ സെക്സ് ടോയ്സ് വരുത്താം. അത് ബോഡി സേഫായിട്ടുള്ള സിലിക്കോണിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, വൈബ്രേഷൻ ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സെക്സ് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വയംഭോഗമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പരിചയമുള്ള 2 പേഷ്യൻസിൻ്റെ അനുഭവം ഞാൻ പറയാം. 2 പേരും വിവാഹം കഴിഞ്ഞവരാണ്, സുന്ദരികളാണ്, സ്മാർട്ടാണ്, എഡ്യൂക്കേറ്റഡാണ്. അപ്പം വിവാഹത്തിന് മുമ്പ് തന്നെ നമ്മൾ സ്വയംഭോഗം പ്രാക്ടീസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഒരാൾ വളരെ ലൈറ്റായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഫെദർ ടച്ച്, കൂടുതലും വിരലൊന്നും അകത്തോട്ട് ഒത്തിരി ഒന്നും കയറ്റാതെ പുറമെയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ലൈറ്റായിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ മറ്റേയാൾ അങ്ങനല്ല, വളരെ ഹാർഡായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 2 പേരും 2 രീതിയിലാണ് ചെയ്തത്. എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് ക്ലിറ്റോറിസിൽ കിട്ടുന്ന സ്ട്രോക്കിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് വല്ലാത്തൊരു പെയിൻഫുള്ളായിരുന്നു. എന്നുവെച്ചാൽ ആദ്യത്തെ ആ കക്ഷിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ നന്നായിട്ട് സെക്സ് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ്. പുള്ളിക്ക് നല്ല രീതിയിലുള്ള നന്നായിട്ട് അടിച്ചെങ്കിൽ മാത്രമേ പുള്ളിക്ക് സംതൃപ്തിയുള്ളൂ. പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് അത്ര ഹാർഡായിട്ട് വേണ്ട,
ക്ലിറ്റോറിസിൻ്റെ ഭാഗത്തൊക്കെ അത്ര ഹാർഡായിട്ട് വരുമ്പം അവർക്ക് സുഖത്തിന് പകരം അവർക്കൊരു പെയിനാണ്, ഒരു വല്ലാത്ത അസ്വസ്ഥതയും പെയിനുമാണ് അവർക്ക് ഫീൽ ചെയ്യുക. കാരണം അവർ വളരെ നാളായിട്ട് വളരെ ഫെദർ ടച്ചാണ് അവർക്ക് വജൈന ഭാഗത്ത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ രണ്ടാമത്തെ പേഷ്യൻ്റെ ഹസ്ബൻഡോ വളരെ ഫോഴ്സായിട്ട് അത്ര വലിയ ഹാർഡായിട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷേ പുള്ളിക്കാരിക്ക് വളരെ ഹാർഡായിട്ട് വേണം, എങ്കിൽ മാത്രമേ ഓർഗാസം വരത്തുള്ളൂ. അപ്പം വിവാഹത്തിന് മുമ്പ് ഈ കക്ഷി സ്ഥിരമായിട്ട് കുക്കുംബർ ഉപയോഗിച്ച് സെക്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് അവർ ആ ഒരു അകത്തോട്ട് കയറ്റുകയും ക്ലിറ്റോറിസിനകത്തിട്ട് വരയ്ക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പം അവർക്ക് അതിനകത്ത് ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ അതിനകത്ത് അവർ അതിനകത്ത് ആനന്ദം കണ്ടെത്തുകയും ആ രീതിയിലുള്ള ഒരു സ്ട്രോക്കിനോട് അവർക്ക് ഇഷ്ടം തോന്നുകയും ചെയ്തു. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ക്ലിറ്റോറിസിൻ്റെ ഭാഗത്ത് എത്രത്തോളം സ്റ്റിമുലേഷൻ കൊടുക്കുന്നോ അതത്രത്തോളം ഹാർഡായി വരും. അപ്പം അതിന് കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടാനായിട്ട് അപ്പോൾ അത് ആഗ്രഹിക്കും. അപ്പോൾ ഒരു പുരുഷനെ ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഈ ആൾക്ക് കൂടുതൽ സ്ട്രോക്ക് വേണ്ടുന്ന ആളാണോ, അല്ലെങ്കിൽ കൂടുതൽ ഇച്ചിരി ഹാർഡായിട്ട് ചെയ്യുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് ചെയ്യുന്നതാണോ ഇഷ്ടമെന്ന് പുരുഷന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ വ്യത്യാസപ്പെട്ട് കിടക്കും. അത് അവരുടെ അവകാശമാണത്. ഇപ്പോൾ സ്ത്രീകളുടെ വജൈനയെ സംബന്ധിച്ച് അതിന് വികസിക്കാനുള്ള കഴിവുണ്ട്. എന്നുവെച്ചാൽ ലിംഗത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അതിന് വികസിക്കാനുള്ള കഴിവുണ്ട്. എന്നാലും ഓരോരുത്തരുടെ ആസ്വാദന രീതി വ്യത്യാസമാണ്. എന്നാലും സ്വയംഭോഗത്തിന് വേണ്ടി നമ്മളൊരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നമുക്ക് പറ്റുന്ന ഒരു മീഡിയം സൈസായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഒരു ടോയ് കാണിച്ചു. എന്ന് വെച്ചാൽ അവരുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്, അപ്പോൾ അവർ ടോയ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പുതിയൊരു ടോയ്സ് വരുത്തി അതെന്നെ കാണിച്ചു. യഥാർത്ഥത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ആണുങ്ങളുടെ സാധനം പോലെ തന്നെ ഇരിക്കും. അതും അതിൻ്റെ ആ ബോൾസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശരിക്കും നമ്മൾ സ്കിൻ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതിനകത്ത് ഹെയറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് എടുത്ത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പം തന്നെ ഒരു വല്ലാത്ത ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പുരുഷലിംഗത്തെ പോലെ തന്നെ ഒരു സാധനം ഉണ്ടാക്കാനുള്ള ആ ഒരു പുരോഗമനം, ഈ കാലത്തിൻ്റെ പുരോഗമനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരി വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ സെക്സ് ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഇത് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇരുന്നുകൊണ്ട് ഓറൽ ചെയ്യും. അപ്പോൾ ഒരു പുരുഷനെ പോലെ തന്നെ തോന്നിക്കും. അതുപോലെ തലയണയിലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് മേളിൽ കയറിയിരുന്ന് ചെയ്യും. അപ്പം നേരത്തെ ഏത്തയ്ക്കായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ ഏത്തയ്ക്കയുടെ തൊലി കളയാതെ, അത്ര പഴുക്കാത്ത ഏത്തയ്ക്ക തൊലി കളയാതെ അത് ലിംഗത്തിൻ്റെ പുറത്ത് ഷേപ്പൊക്കെ വരുത്തിയിട്ട് എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ ഒരു ടോയിൻ കെട്ടും. എന്നിട്ട് അതിങ്ങനെ തലയണയിൽ പില്ലോയിൽ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ സെൻറ്റർ ഭാഗത്ത് വലിയ രീതിയിൽ അതിങ്ങനെ കെട്ടിവെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ചെയ്യും. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൈ ഫ്രീ ആണല്ലോ, കൈ കൊണ്ട് നന്നായിട്ട് ബ്രസ്റ്റിനകത്ത് പിടിക്കാവുന്ന. അപ്പോൾ അവരുടെ ആസ്വാദന രീതി അങ്ങനെയാണ്. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഫാൻറ്റസിയും ആസ്വാദന രീതിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിന് ഫിക്സ് ചെയ്ത് വെക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഭിത്തിക്ക് വേണേൽ ഭിത്തിയിൽ ഫിക്സ് ചെയ്ത് വെക്കാം, ബെഡിൽ വേണേൽ ബെഡിൽ ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഫാൻറ്റസിക്ക് അനുസരിച്ച് ആ ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം വരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എന്തെങ്കിലും ഓരോരുത്തർ സങ്കല്പിച്ചുകൊണ്ടായിരിക്കും ആണായാലും പെണ്ണായാലും സ്വയംഭോഗം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പുരുഷനറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രത്തോളം സ്ട്രോക്ക് കൊടുക്കണം, അവരുടെ വജൈന ഭാഗത്ത് ക്ലിറ്റോറിസിനൊക്കെ എത്രത്തോളം സ്ട്രോക്ക് കൊടുക്കണമെന്നുള്ളത് അവരുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ സ്വയംഭോഗ രീതി അനുസരിച്ചിരിക്കും. അവരേത് രീതിയിലാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്, അതോ ചെയ്യുന്നില്ലയോ, അങ്ങനെയൊക്കെയുള്ള രീതി അനുസരിച്ചാണ് അതിൻ്റെ ആ സ്ട്രോക്ക്, അല്ലെങ്കിൽ അത് എത്രത്തോളം ഹാർഡായിട്ട് ചെയ്യണം. ചിലരെ സംബന്ധിച്ചിടത്തോളം ചില സ്ത്രീകൾ പറയത്തില്ലേ, അവരുടെ നിപ്പിൾസിലൊക്കെ നന്നായിട്ട് കടിക്കണം. അവർക്ക് കടിക്കുന്നത് ഒരു സുഖമാണ്. അതുപോലെ ചിലർ ക്ലിറ്റോറിസിലൊക്കെ ഇങ്ങനെ ക്ലിപ്പുകൾ കുത്തി വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഹാർഡായിട്ടുള്ള സ്ട്രോക്ക് വേണ്ടുന്നവരാണ്. അപ്പോൾ ഏത് രീതിയായാലും, ഇപ്പോൾ സ്വയംഭോഗമായാലും സംഭോഗമായാലും നമുക്ക് ആസ്വദിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇതിനകത്ത് പലതരത്തിലുള്ള പൊസിഷൻസ് ഉണ്ട്. ആ പൊസിഷൻസിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഏത് രീതിയിലുള്ള ലൈംഗികതയാണെന്ന് പറഞ്ഞാലും നമുക്ക് ആസ്വദിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് സ്വയംഭോഗമായിക്കോട്ടെ, സംഭോഗമായിക്കോട്ടെ, സ്വവർഗരതി ആയിക്കോട്ടെ, ഏത് രീതിയാണെങ്കിലും അത് നമ്മൾക്ക് ആസ്വദിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഒറ്റ കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതി, രണ്ടും രണ്ടായിട്ട് കാണണം.
സ്വയംഭോഗം വേറെ, സംഭോഗം വേറെ. രണ്ടിൻ്റെയും അവസാനം ഓർഗാസോ ഇജാക്കുലേഷൻ ആണ് എങ്കിലും അതിൻ്റെ ചെയ്യുന്ന വ്യത്യസ്തമായ രീതിയിൽ കൂടാണ് രണ്ടും. അപ്പോൾ എനിവേ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.